മാനവികത ഉണർത്തുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനി നിങ്ങളോട് സംസാരിക്കേണ്ടതില്ല. അത്രയും വ്യക്തമായി പലരും പ്രസംഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ യാത്ര നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഇതിലൂടെ പരമാവധി സാധ്യമാകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിന് വ്യക്തമായ തെളിവാണ് ഇന്ന് രാവിലെ അങ്ങകലെ ഉള്ളാൾ ദർഗാ ശരീഫ് സിയാറത്ത് ചെയ്ത് കാസർഗോഡ് വന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ഈ മഹത്തായ പരിപാടി മഹാനായ തങ്ങളവറുകളിൽ നിന്ന് വിനീതനായ ഞാൻ സമസ്തയുടെ ത്രിവർണ പതാക സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൗളത്തുൽ മുബാറക്കയുടെ കുബ്ബയുടെ അടയാളം കൂടി ഉള്ള അതിമഹത്തായ ആ പതാക എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് നമ്മുടെ കേരള യാത്ര ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഉദ്ഘാടനം ചെയ്തു. ആ സമയം മുതൽ ഇതുവരെ നമ്മൾ ഉദ്ദേശിച്ചതിലും അധികം വളരെ സന്തോഷകരമായ നിലയിൽ ജാതിമതഭേദമന്യേ കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായി നമ്മുടെ പരിപാടിയോട് എല്ലാവരും സഹകരിക്കുകയും നമുക്ക് സഹായ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എവിടെയെങ്കിലും വല്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാലും ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹബീബ്. പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു, ലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ. നന്മയും തിന്മയും സമമല്ല. ഒരിക്കലും നന്മയും തിന്മയും ഒരുപോലെയല്ല. എന്നാൽ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നീ തിന്മയെ നന്മ കൊണ്ട് തടയുക. തിന്മയെ അതുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ടതില്ല, മറിച്ച് നല്ലതുകൊണ്ട് തടയുക. എന്നാൽ ഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. നിന്റെ ശത്രുവായ മനുഷ്യൻ പോലും നിന്റെ ആത്മമിത്രമായി വരാൻ സാധ്യതയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആ മഹത്തായ തത്വം എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ ചെവിക്കൊള്ളാതെ നാം നമ്മുടെ ലക്ഷ്യത്തിലൂടെ നീങ്ങി ഈ നാട്ടിൽ സമാധാനമുണ്ടാക്കാൻ എല്ലാ ആളുകളും ശ്രമിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയും എല്ലാ വിഭാഗം ആളുകളോടും ഈ സംരംഭത്തിന് എല്ലാവിധ പിന്തുണകളും
സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്മിൽ തല്ലിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഭിന്നിച്ച് കലഹിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആശയത്തിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എല്ലാവരും ഒരു ആശയക്കാരല്ല. എന്നാൽ ആശയത്തെ ആശയം കൊണ്ട് നേരിടുകയല്ലാതെ തെറി അഭിലേഷങ്ങളെ കൊണ്ടോ കളവ് പറഞ്ഞിട്ടോ വഞ്ചന ചെയ്തിട്ടോ മറ്റേതെങ്കിലും പ്രവർത്തനത്തിലൂടെ ഒരാശയത്തെ നേരിടാൻ മനുഷ്യത്വം അനുവദിക്കുന്നില്ല, ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 100 കൂട്ടം ജാതിയും മതവും ആശയവുമുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എല്ലാ ആശയക്കാരും അവരുടെ ആശയം അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളട്ടെ. എല്ലാവർക്കും അംഗീകരിക്കാവുന്ന മാനുഷിക മൂല്യത്തെ സംരക്ഷിക്കുക, സമാധാനം നിലനിർത്തുക, ഐക്യം നിലനിർത്തുക, ഇത് എല്ലാവരും അംഗീകരിച്ചതാണ്, എല്ലാവരും സ്വീകരിക്കപ്പെട്ടതും ആണല്ലോ. ഇതിനു വേണ്ടി നാം പ്രവർത്തിക്കുക. ജനങ്ങൾ ഇതിൽ നിന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയും മറ്റ് കീഴ്ഘടകങ്ങളും എല്ലാം ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു സംരംഭം ഞങ്ങൾ ഒരുക്കിയത് എന്ന് പ്രത്യേകമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ മഹത്വം കൊണ്ട് തന്നെയാണ് 80 വയസ്സ് കഴിഞ്ഞ് 85 വയസ്സെത്തിയ ബഹുമാനപ്പെട്ട എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ, എം.എ. ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘ ആയുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ അതേ പ്രായത്തിലെത്തിയ താജുൽ ഉലമ തങ്ങളവറുകളും എല്ലാം അള്ളാഹു അവർക്കും ദീർഘ ആയുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെയുള്ള മഹാന്മാർ എല്ലാവരും ഈ സംരംഭത്തിന് എല്ലാവിധ ഒരുക്കങ്ങളും സഹായങ്ങളും ചെയ്തു എന്ന് മാത്രമല്ല, വളരെ സാഹസപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതും നമ്മുടെ വിഷയത്തിന്റെ പ്രാധാന്യമാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ, യുവാക്കൾ അവരുടെ ചോരത്തളപ്പ് കൊണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും അപശബ്ദങ്ങൾ അവരിൽ നിന്നുണ്ടായാൽ എല്ലാവരും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും ചിന്തിക്കുക. രാഷ്ട്രീയമായ ഭിന്നത ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരേ പാർട്ടി തന്നെ അങ്ങുമിങ്ങും കലഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് സാധിക്കും. ഞാൻ നിർത്തുന്നു ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുക എന്ന മുദ്രാവാക്യവുമായി ഞങ്ങൾ നടത്തിയ കേരള യാത്ര തലശ്ശേരി, പാനൂര്, പാറക്കടവ്, നാദാപുരം ഏരിയകളിലേക്ക് ചെന്നപ്പോൾ ഏറ്റവും വലിയ ഭയാനകമായ ഒരവസ്ഥയായിരുന്നു അവിടെ അന്നുണ്ടായിരുന്നത്. 2 രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം അങ്ങുമിങ്ങും 1-ന് 2, 2-ന് 3, 3-ന് 4 ഇങ്ങനെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ മൂർധന്യദശയിലാണ് പാനൂരിലുള്ള സ്വീകരണം ഞങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയത്. ഞങ്ങളെ പണ്ഡിതന്മാരും മുൻകൂട്ടി നിർദ്ദേശിച്ചതനുസരിച്ച് അവിടെയുള്ള പ്രവർത്തകർ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളെയും സ്റ്റേജിൽ അണിനിരത്തിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, വിനീതനായ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, പാനൂരിലും പരിസരത്തിലുമുള്ള
ഈ കലാപം ഈ സെക്കൻഡ് മുതൽ അവസാനിപ്പിക്കണം. അതിന് എന്റെ സ്റ്റേജിലിരിക്കുന്ന നേതാക്കൾക്ക് കഴിയും. അതിന് നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൈനീട്ടിയപ്പോൾ എന്റെ പിന്നിലിരുന്ന BJP-കാരനും മാർക്സിസ്റ്റുകാരനും മറ്റ് രാഷ്ട്രീയക്കാരുമെല്ലാം എന്നെ കൈപിടിച്ചുകൊണ്ട് ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് പറയുകയും നേരെ പിറ്റേ ദിവസം അവിടെ ഒരു ചർച്ചായോഗമുണ്ടാക്കി അതിൽ വെച്ചുകൊണ്ട് രമ്യമായി പരിഹരിച്ച് വളരെ സന്തോഷകരമായ ഒരവസ്ഥ നാദാപുരം തലശ്ശേരി പരിസരങ്ങളിൽ ഉണ്ടാക്കാൻ ഞങ്ങളുടെ കഴിഞ്ഞ കേരള യാത്ര കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എത്രയോ കൊല്ലങ്ങളായി പിന്നീട് അവിടെ അത്തരം ഒരു കുഴപ്പമുണ്ടാകാതെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കലാപമുണ്ടായി. ഒരു ഭാഗത്ത് ഹിന്ദുവിന്റെ പീടിക കത്തിച്ചു, മറുഭാഗത്ത് മുസ്ലിമിന്റെ പീടിക കത്തിച്ചു, മറ്റൊരു സ്ഥലത്ത് ക്രൈസ്തവന്റെ അത് കത്തിച്ചു, മറ്റൊരു സ്ഥലത്ത് ഒരാളെ കൊന്നു, ഇവിടുന്ന് മറ്റൊരാളെ കൊന്നു. ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഈ രാജ്യത്തിന് വല്ല നേട്ടവുമുണ്ടോ? സമുദായത്തിന് വല്ല നേട്ടവുമുണ്ടോ? കുടുംബത്തിന് നേട്ടമുണ്ടോ? വ്യക്തികൾക്ക് നേട്ടമുണ്ടോ? ആർക്കും നേട്ടമില്ല, ആർക്കും ഗുണമില്ല, ആപത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും വളരെ ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന അതിമഹത്തായ ആ ഒരു തത്വം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരും മുന്നേറുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. കാസർഗോഡ് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ സമാധാനം കൈവരിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം. അതിന് ഭരിക്കുന്ന ഗവൺമെന്റ് മുൻകൈയെടുക്കണം. അത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഞങ്ങൾ അത്തരം നല്ല സംരംഭങ്ങൾക്ക് ഗവൺമെന്റിന് എല്ലാവിധ പിന്തുണയും സഹായവും ചെയ്യും. അതേത് കക്ഷിയാണ് ഭരിക്കുന്നതെന്ന് നോക്കിയല്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. അത് ഇവിടെയും ആവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ നാട്ടിൽ സമാധാനം കൈവരിക്കാൻ അതിനു വേണ്ടത് ചെയ്യാൻ ഗവൺമെന്റുകൾ സമയം കണ്ടെത്തുകയും ആവശ്യമായത് നിർവഹിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാവരും അങ്ങേയറ്റം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ യാത്രയിൽ എന്നെ പിന്തുടരുന്ന പണ്ഡിതന്മാരും സയ്യിദന്മാരും അതുപോലെ വളണ്ടിയർമാരും നമ്മുടെ സ്നേഹസംഗമത്തിന്റെ നമ്മുടെ കുട്ടികളും SOS-ന്റെയും SSF-ന്റെയും പ്രവർത്തകരും കുട്ടികളും ഇവിടെ സമ്മേളിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. റഹ്മാൻ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ ഈ പരിപാടി നീ വിജയിപ്പിക്കണേ അല്ലാഹ്, നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആലിമീങ്ങൾക്ക്, താജുൽ ഉലമ തങ്ങളവർക്ക്, MA ഉസ്താദിന്, അംസ ഉസ്താദിന്, അതുപോലെ ഞങ്ങളുടെ മറ്റു ഉസ്താദുമാർക്ക് എല്ലാവർക്കും, ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ, സയ്യിദ് യൂസുഫ് അൽ ബുഖാരി വൈലത്തൂർ തങ്ങളവറുകൾ, അതുപോലെ ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മറ്റു മുഴുവൻ ഉസ്താദുമാർ, ഉമ്മവാപ്പമാർ, കുടുംബങ്ങൾ, അവർക്കെല്ലാവർക്കും നീ ദർജന വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. ഈ സംരംഭത്തിന് എല്ലാവിധ ഒത്താശകളും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. ഇതിന്റെ ഖാദിമീങ്ങൾക്ക് വളണ്ടിയർമാർക്ക്